ഞാനിവിടെ കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു മുന്തിരി എല്ലാ ഫ്രൂട്ട്സ് കടയിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഈ പച്ചമുന്തിരി വെച്ചിട്ട് നമ്മൾ കിസ്മിസ്, അതായത് നമ്മളെ ബിരിയാണിയിലും പായസത്തിലൊക്കെ ഇടാറുള്ള കിസ്മിസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ മുന്തിരി കൊലയിൽ നിന്ന് ഒന്ന് അടർത്തി ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് ചീത്തായ മുന്തിരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം ഒന്ന് അടർത്തി നമുക്കങ്ങ് എടുക്കാം. അപ്പൊ നമ്മൾ ഈ പച്ചമുന്തിരി വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ അധികം ഇതുപോലത്തെ സൈസ് വാങ്ങിക്കാം. ഇത് വണ്ണം കുറഞ്ഞതും ഉണ്ട്, വണ്ണം കൂടിയതും ഉണ്ട്. അപ്പൊ നമുക്ക് വണ്ണം കുറഞ്ഞ മുന്തിരിയാണ് വേണ്ട കേട്ടോ. രണ്ട് തരം മുന്തിരി ഉണ്ടാവേ, ചിലത് നല്ല വണ്ണമുള്ള കൊലയായിരിക്കും. അപ്പൊ ഞാൻ 2 കൊല വാങ്ങിച്ചിട്ട് ഇതെനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നല്ല ഓവറായിട്ടുള്ള വണ്ണം ഉള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഉണങ്ങി കിട്ടാനായിട്ട് കുറെ താമസം പിടിക്കും. അതുകൊണ്ടിട്ട് നേരത്തെ മുന്തിരി കൊല നോക്കി അങ്ങ് എടുക്കുക. അപ്പൊ നമ്മള് മുന്തിരി എല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അതില് ചീത്തായതൊക്കെ അങ്ങോട്ട് മാറ്റുക കേട്ടോ, പിറക്കി അങ്ങോട്ട് മാറ്റണം. ഇനി നമുക്ക് ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു പിടി ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മുന്തിരിയിലെ ആ വിഷാംശമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അങ്ങ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക. അപ്പൊ അതേ ഉപ്പ് നന്നായിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഈ വെള്ളത്തിൽ ഈ മുന്തിരി കിടക്കട്ടെ കേട്ടോ. എന്നാലേ ഇതിൽ അടിച്ചിരിക്കുന്ന ആ ഒരു വിഷമൊക്കെ നമുക്കങ്ങ് പോയി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. 2 മിനിറ്റ് മതി, അധികം വേണ്ട. അധിക സമയം വെള്ളത്തിൽ അങ്ങ് ഇടുവാണെങ്കിൽ മുന്തിരിയിൽ ഉപ്പ് കയറി അങ്ങ് പിടിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഏത് ഫ്രൂട്ട്സ് വാങ്ങിയാലും ഇതുപോലെ ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് മുന്തിരി ഉപ്പുവെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2-3 പ്രാവശ്യമായിട്ടൊന്ന് കഴുകി അങ്ങ് എടുക്കാം. അപ്പൊ ഇതാ മുന്തിരി നമ്മൾ കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം, ഒരു പാത്രത്തില് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം. ഇതാ വെള്ളം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതായത് പോലെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. അതായത് വെള്ളം നമുക്ക് വെട്ടിത്തിളച്ചൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ പകുതി ചൂട് നമുക്ക് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഈ മുന്തിരി, നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ മുന്തിരി ഇതിലേക്ക് അങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ മുന്തിരിയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിങ്ങനെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. ഇടക്കിടക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. പക്ഷെ ഈ വെള്ളം അങ്ങ് തിളച്ച് പൊങ്ങി അങ്ങ് പോവരുത്. അപ്പൊ ദാ മുന്തിരിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ചില മുന്തിരിയൊക്കെ ഇതാ ഇങ്ങനെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം പൊങ്ങി വന്നിട്ടില്ല, ചിലത് മാത്രമേ ഇങ്ങനെ അങ്ങ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇതാ എല്ലാ മുന്തിരിയും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. വെള്ളം എന്നാൽ തിളച്ചും പോവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് കുറച്ചും കൂട്ടിയും കൊടുക്കാം. എല്ലാ മുന്തിരിയും ഇങ്ങനെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇതങ്ങ് നമുക്ക് കോരി മാറ്റാം. അപ്പൊ നമ്മള് ചൂടുവെള്ളത്തിൽ നിന്ന് എല്ലാ മുന്തിരിയും ഇങ്ങനെ അങ്ങ് കോരി മാറ്റിയിട്ടുണ്ടോ. അപ്പൊ ചില മുന്തിരി നമുക്കിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് നല്ല വെയിലത്ത് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പൊ നമ്മള് നല്ല വെയിലത്ത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ ഒരു ദിവസത്തെ ഉണക്കായിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്കിങ്ങനെ ആയി വന്നിട്ടുണ്ട്. നോക്കിയേ, ഇങ്ങനെ അങ്ങ് ചുരുങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളിത് ഉണക്കി എടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇതേ നമ്മുടെ ഉണക്കമുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ ഉണങ്ങിയും വന്നിട്ടുണ്ട്. ഇവിടെ മുന്തിരി എല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് 3 ദിവസത്തെ വെയിലങ്ങ് കൊള്ളിച്ചേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ലേ, കറക്റ്റ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ മുന്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതിന്റെ ഉള്ളു കാണിച്ചു തരാം. ഒരു തരി പോലും വെള്ളമില്ല കേട്ടോ. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോഴൊന്നും ഇതിൽ നിന്ന് വെള്ളമൊന്നും വരില്ല.
കറക്റ്റ് ഇതേ ഇങ്ങനെ അങ്ങ് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കുറച്ച് പച്ചമുന്തിരി വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുക. അപ്പൊ നമുക്ക് വളരെ സുഖമാണല്ലേ, കാര്യം ഇപ്പൊ നല്ല വെയിലാണ് നമ്മുടെ നാട്ടില്. അപ്പൊ ഇങ്ങനെ ഒന്ന് മുന്തിരി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്